മുന്നണിയിൽ നിന്ന് ശക്തമായ എതിർപ്പുയരുന്നതിനിടെ ബ്രൂവറി വിവാദം ചർച്ച ചെയ്യാൻ LDF മുന്നണി യോഗം ഉടൻ ചേരുമെന്നും ഘടകകക്ഷികളെ അനുനയിപ്പിച്ച് മുന്നോട്ട് പോകുമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. RJD ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള യോഗം വിളിക്കണമെന്നുള്ളത്. കേരളത്തിൽ ആവശ്യമായ മദ്യം ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് നേരത്തെ നയപരമായി തീരുമാനമെടുത്തിട്ടുണ്ട്. മുന്നണിയിലെ എല്ലാ പാർട്ടികളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പരസ്പര ആശയവിനിമയം നടത്തി യോഗം വിളിച്ചുകൂട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കും. അതേസമയം എക്സൈസ് മന്ത്രിയുമായുള്ള ഡീൽ ആരോപണങ്ങൾ തള്ളി ഒയാസിസ് രംഗത്തെത്തി. MP രാജേഷിനെ കണ്ടത് കഴിഞ്ഞ വർഷമാണെന്നാണ് കമ്പനിയുടെ വിശദീകരണം. ഏലപ്പുള്ളിയിലെ പ്രതിഷേധത്തിന് പിന്നാലെ തമിഴ്നാട്ടിൽ പ്ലാന്റ് സ്ഥാപിക്കാനാണ് കമ്പനിയുടെ നീക്കം. VS രഞ്ജിത്ത് നൽകും വിവരങ്ങൾ. VS രഞ്ജിത്ത്, LDF-ൽ ഘടകകക്ഷികളുടെ എതിർപ്പ് അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്ന് കൺവീനർ തന്നെ പറയുന്നു. അതേസമയം തന്നെ മന്ത്രിക്കെതിരായ ആരോപണങ്ങൾ പ്രതിരോധിക്കാൻ ഒയാസിസ് തന്നെ രംഗത്തെത്തുകയാണല്ലോ. RJD ആണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായി കത്ത് കൊടുക്കുന്നത്. CPI-ക്കകത്തും അത് പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ CPI-ക്കകത്തും ഈ ബ്ലൂവറിയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മുന്നണിക്കകത്ത് ഒരു സമവായത്തിലെത്തി മുന്നണിയിലെ മുഴുവൻ ഘടകകക്ഷികളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ ബ്ലൂവറിയുമായി മുന്നോട്ട് പോകാനും വേണ്ടി CPM തീരുമാനിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇടതുമുന്നണി കൺവീനർ LDF-ന്റെ യോഗം വിളിക്കും എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ എക്സൈസ് മന്ത്രിയും ഒയാസിസ് കമ്പനിയും തമ്മിൽ ഡീൽ ഉണ്ടാക്കുകയും അങ്ങനെ എക്സൈസ് മന്ത്രി തന്നെ അല്ലെങ്കിൽ സർക്കാർ തന്നെ നേരിട്ട് ഒയാസിസ് കമ്പനിയെ ബ്ലൂബറി തുടങ്ങാൻ വേണ്ടി നേരിട്ട് ക്ഷണിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഒയാസിസിന്റെ മറുപടി 2024 ഫെബ്രുവരിയിൽ മാത്രമാണ് എക്സൈസ് മന്ത്രിയെ നേരിട്ട് കാണുന്നത്. 2022 ഈ എത്തനോൾ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുമ്പോൾ വ്യവസായ വകുപ്പ് സെക്രട്ടറിയാണ് നേരിട്ട് കണ്ടത്. സെക്രട്ടറി പറഞ്ഞു മലിനീകരണം ഇല്ല എങ്കിൽ ഈ കമ്പനി തുടങ്ങുന്നതിന് തടസ്സമില്ല എന്നുള്ളതാണ്. ഈ കമ്പനി തുടങ്ങുന്നതിന് തടസ്സമില്ല എന്നുള്ള വ്യവസായ വകുപ്പ് സെക്രട്ടറിയുടെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള മറുപടിയാണ് വാട്ടർ അതോറിറ്റിക്ക് അപേക്ഷ നൽകുമ്പോൾ ഇൻവൈറ്റഡ് എന്ന പേരിൽ ഒരു ടേം അവിടെ ഉപയോഗിക്കാനിടയായിട്ടുള്ളത്. അതല്ലാതെ സർക്കാരുമായിട്ടൊരു ഡീലോ ഇടപാടോ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഏതായാലും ഈ കമ്പനി ഇവിടെ വലിയ സമരവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പാലക്കാട് നിന്ന് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കവും ഒയാസിസ് കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ട്. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.